ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിവ്യൂ ആയിട്ടാണ്. എല്ലാവർക്കും അറിയാവുന്ന മൂൺ ഗോഡസ് കൗച്ചർ എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഭയങ്കര ഫേമസ് ആണ്. അവർ 4 മില്യണോളം ഫോളോവേഴ്സ് ഉണ്ട്. ഇടയ്ക്ക് കുറച്ച് അലിഗേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അവർ ഭയങ്കര സ്പീഡായിട്ട് ഡിസ്പാച്ചിങ് എല്ലാം പറയുന്നുണ്ട്. സോ ഞാൻ മൂൺ ഗോഡസ് കൗച്ചറിൽ ജാനുവരി 16 ഓർഡർ ചെയ്തൊരു പ്രോഡക്റ്റ് അവർ 5 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിസ്പാച്ച് ചെയ്തു. ആസ് അവർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് 29 ജാനുവരി 29 എൻ്റെ കയ്യിൽ കിട്ടി, ഡെലിവറി കിട്ടി. അതിൻ്റെ റിവ്യൂ പറയാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. സുഖം. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ബോക്സ് നമുക്ക് നോക്കാം. ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഞാൻ ഓർഡർ ചെയ്ത ഡേറ്റ് കറക്റ്റായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. 16th. ഇപ്പോൾ 29 എനിക്ക് കയ്യിൽ കിട്ടിയത്. 5 ഡേയ്സ് ഡിസ്പാച്ചാണ് അവർ പറഞ്ഞത്. കറക്റ്റ് 5 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞപ്പം ഡിസ്പാച്ചായി എന്നുള്ള മെയിൽ എനിക്ക് വന്നിരുന്നു. ആൻഡ് 29 കയ്യിൽ കിട്ടുകയും ചെയ്തു. സോ നമുക്കിപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ഫോക്സ് ജോർജറ്റിൻ്റെ കുർത്തയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിരുന്നത് 350 ആണ് റേറ്റ്, പ്ലസ് ഷിപ്പിംഗ് ചാർജും അതുപോലെ തന്നെ GST എല്ലാം കൂടി ഒരു 400 സംതിങ് ആണ് വന്നിരുന്നത്. ക്ലിയർ ആയിട്ട് ഞാൻ നോക്കാം. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത കുർത്ത കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഇതാണെന്ന് തോന്നുന്നു. സോ അവരുടെ നോട്ടെല്ലാം ഉണ്ട്. ഞാൻ മുന്നേ ഒരു കുർത്തി ഓർഡർ ചെയ്തിരുന്നു. ഒരു 2023 മൂൺ ഗോഡസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ പോലെ അവരുടെ 90 ഡേയ്സ് വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ട് ഡിസ്പാച്ച് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് എനിക്കത് കിട്ടാൻ ഒരു 5 മാസത്തോളം എടുത്തു. പക്ഷെ നല്ലതായിരുന്നു. സോ ഇതാണ് അവരുടെ നോട്ട് വരുന്നത്. ഐ ഹോപ്പ് യു ലവ് യുവർ ഐറ്റം ആസ് മച്ച് എസ് ഐ ലവ്ഡ് ക്രിയേറ്റിംഗ് ഇറ്റ്. മൂൺ ഗോഡസിൻ്റെ അനിതയുടെ ഒരു നോട്ടാണ്. അവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അതായത് റിങ്കിൾ ആവാം പാക്കിങ്ങിൻ്റെയോ ട്രാൻസ്പോർട്ടേഷൻ്റെയോ സമയത്ത്. സോ ഒന്ന് ഇടുന്നതിന് മുന്നേ അയൺ ചെയ്യണമെന്നും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ് ആണ്. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ പറയണമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേയും മൂൺ ഗോഡസിന് ഓർഡർ ചെയ്ത സമയത്ത് ലാർജ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. പക്ഷേ മൂൺ ഗോഡസിലെ ലാർജ് എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് സൈസ് വലുതായിരുന്നു. അവരുടെ മെഷർമെൻറ്റ്സ് എന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഞാൻ ഇന്നും എൻ്റെ ഒരു സൈസ് കൂടുതലെടുത്ത്, ഞാൻ കുറച്ചും കൂടെ തടിയുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഒരു സൈസ് കൂടുതൽ എടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ ഷേപ്പ് ചെയ്യുക ചെയ്യാം. അതിപ്പോൾ ഏത് ബുട്ടിക്കിനാണെങ്കിലും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിൽ പോലും ഞാൻ അങ്ങനെയാണ് ചൂസ് ചെയ്യാറ് കേട്ടോ. സോ ഇതാണ് ഞാൻ ഒരു പ്ലെയിൻ ഫോക്സ് ജോർജറ്റ്, അവർ പറഞ്ഞ പോലെ തന്നെ ഫോക്സ് ജോർജറ്റ് ആണ്. വീഡിയോയിൽ കാണുന്ന ഏകദേശം കളറാണ്, പക്ഷെ ഞാൻ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു. എങ്കിൽ അവർ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. അതിൻ്റെ എന്തോന്നു സ്ലീവ്സിൽ ലൈനിങ് ഇല്ല. ഇവരുടെ കുർത്തീസിന് ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞേ പറ്റുള്ളൂ. ഇവരുടെ കുർത്തീസ് നല്ല ലെങ്ത്താണ്. ഞാൻ മുന്നേ എടുത്തതാണെങ്കിലും നല്ല ലെങ്ത്, എനിക്ക് ഫുൾ ലെങ്ത്ത് കിടക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇത് ഇടുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഗ്രാൻഡ് ലുക്ക് ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നു. ഇത് മിക്കവാറും എനിക്ക് ഷേപ്പ് ഉണ്ടാവില്ല, ലൂസ് ആവാനാണ് ചാൻസ്. ബട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ കം ഓൺ. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മൂൺ ഗോഡസിന് വന്ന ഡ്രസ്സ് കേട്ടോ. നല്ലതാട്ടോ. നല്ല ഞാൻ വിചാരിച്ചു ലാർജ് എനിക്ക് ലൂസ് ആയിരിക്കും, കാരണം ഞാൻ മുന്നേ എടുത്തത് അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇതെനിക്ക് കറക്റ്റാണ്, ഫിറ്റാണ്. മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റാണ്. അതുപോലെ ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു അതിനൊരു നോട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലൈനിങ് ഉണ്ട്, ഫുൾ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. എനിക്ക് കാണിക്കാൻ അറിയുന്നില്ല, എൻ്റെ ഫുൾ ലെങ്ത് കിട്ടുന്നില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ വന്നിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. സ്റ്റിച്ചിങ്ങും നല്ല പെർഫെക്റ്റാണ്. കളറും കൊള്ളാം. എല്ലാം കൊണ്ടും ഗുഡാണ് കേട്ടോ ഈ ഡ്രസ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോളൂ. ഇപ്പം ഓൾമോസ്റ്റ് 5 to 10 വർക്കിംഗ് ഡേയ്സിലാണ് ഇവർ എല്ലാ ഡ്രസ്സും ഡിസ്പാച്ച് ചെയ്യുന്നത്. ഞാൻ ഇത് 29 കിട്ടിയപ്പം ഞാൻ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊരു 10 വർക്കിംഗ് ഡേയ്സ് ആണ് ഡിസ്പാച്ച് ഡേറ്റ് പറയുന്നത്. 10 വർക്കിംഗ് ഡേയ്സ് ആവുന്നേ ഉള്ളൂ. സോ അതും കൂടെ വരുമ്പോൾ നമുക്ക് ഒന്നും കൂടെ റിവ്യൂ ചെയ്യാം. ഓവറോൾ എനിക്കിത് ഈ ഡ്രസ്സ് ഇഷ്ടമായി. 350 രൂപയ്ക്ക് നമുക്ക് എന്തുകൊണ്ടും വാല്യൂ ആണ്. നമുക്ക് 350 രൂപയ്ക്ക് ഇപ്പോൾ ഒരു ഡ്രസ്സൊന്നും പ്രോപ്പറായിട്ട് കിട്ടില്ലല്ലോ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ. സോ കൈ കുറച്ച് ലൂസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഓക്കെ ആണ്. നമുക്ക് ഇടുമ്പോൾ ഒരു കംഫർട്ടബിൾ ആണ്. സോ ഈ ഡ്രസ്സ് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്.